ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം ശ്ലോകം 70. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തി ആപ്നോതി ന കാമകാമീ. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രമാപഃ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമീ. കടലെപ്പോഴും നിറഞ്ഞു തുളുമ്പി കിടക്കുന്നു. അവിടെ വെള്ളം വറ്റിപ്പോകുകയേയില്ല. അവിടെ വേറെ നദിയുടെ വെള്ളത്തിനാവശ്യമില്ല. എങ്കിലും നദികളെല്ലാം കടലിലേക്ക് ഒഴുകിയെത്തുന്നു. എത്ര ജലം ഒഴുകിയെത്തിയാലും ഉറച്ച സ്ഥാനത്ത് തന്നെ കിടക്കുന്ന കടല് കരയിലേക്ക് കടന്നു കയറുന്നില്ല. അഥവാ കടന്നു കയറിയാലും അത് തിരികെ കടലിലേക്ക് തന്നെ ഒഴുകിയെത്തുന്നു. നദികളെ തേടി കടൽ പോകുന്നുമില്ല. അതുപോലെ എല്ലാ കാമനകളും സാഫല്യമടയാനായി ഒരു സംയമശീലനെ തേടിയെത്തുന്നു. സംയമശീലനെന്നാൽ ഒന്നിനോടും ആസക്തിയില്ലാതെ എല്ലാ വികാര വിചാരങ്ങളെയും അടക്കി നിർത്തിയവൻ. അതായത് തന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് അറിയുന്നവൻ. സംയമശീലൻ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നിരോധിച്ചവനല്ല, നിയന്ത്രിച്ചവനാണ്. നേരത്തെ പറഞ്ഞ ആമയുടെ ഉദാഹരണമില്ലേ, അതൊന്നു ഓർത്തു നോക്കൂ. വേണ്ടിവരുമ്പോൾ സംയമിയുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കും. ആസക്തിയോടെയല്ല, അങ്ങോട്ട് വിഷയങ്ങളുടെ നേർക്ക് ആർത്തിപ്പെട്ട് ചെന്നിട്ടുമല്ല. തന്റെ മുന്നിലേക്ക് വരുന്ന ലൗകിക വിഷയങ്ങളെ ആസക്തിയില്ലാതെ അനുഭവിക്കുന്ന ഒരു സംയമി സൗഖ്യം അനുഭവിക്കുന്നു. സൂര്യതാപമേറ്റ് നീരാവിയായിത്തീരുന്ന സമുദ്രജലം മഴയായി ഭൂമിയിൽ പതിക്കുന്നു. തുടർന്ന് ആ ജലം ഒരു നദിയായി സമുദ്രത്തിൽ പതിക്കുന്നു. സമുദ്രം നദിയെ അന്വേഷിച്ച് എങ്ങോട്ടും പോകുന്നില്ല. എത്രയൊക്കെ നദികൾ വന്നു ചേർന്നാലും സമുദ്രത്തിന്റെ സ്ഥാനത്തിനോ ഗരിമയ്ക്കോ മാറ്റമുണ്ടാകുന്നില്ല. നദീജലത്തിനോ ആ സമുദ്രത്തിൽ പതിക്കുമ്പോൾ ഒരു പ്രണയ സാഫല്യമുണ്ടാകുന്ന സംതൃപ്തിയാണ്. ആ സംഗമപ്രാപ്തിക്ക് മുമ്പ് ഒരു നദിക്ക് പാറക്കെട്ടുകളും കാടും മേടും എല്ലാം താണ്ടേണ്ടി വരുന്നു. ജീവന്റെ വിഷയങ്ങളും സുഖേച്ഛകളും ആനന്ദസ്വരൂപമായ പരമാത്മാവിലേക്കുള്ള പ്രയാണത്തിന് വിഘാതമായി തീരുന്നു. യഥാർത്ഥത്തിൽ അവയൊക്കെ മായയുടെ ആരോപിത ദൃശ്യങ്ങളാണ്. വിഷയങ്ങളെയും സുഖാഭിലാഷങ്ങളെയും പരമാത്മാവിന്റെ തന്നെ രൂപഭേദങ്ങളായി കണ്ട് ഐക്യാരൂപം സാധ്യമാകുമ്പോൾ ജീവന്റെ കർമ്മഗതി അവസാനിക്കുന്നു. കാമക്രോധാദികളുടെ നിമ്നോന്നതയിൽ, അതായത് ഉയർച്ച താഴ്ചകളിൽ പെട്ടുഴലുന്ന ജീവന് ഈ ഐക്യദർശനം സത്യപ്രാപ്തിക്ക് സഹായകമായി തീരുന്നു. വിഷയങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ജീവന് പരമാത്മപ്രാപ്തി ദുഷ്കരമാകുന്നു. കാമജയത്തോടെയുള്ള ധർമാനുഷ്ഠാനം മാത്രമാണ് കർമ്മമാർഗത്തിൽ പരമശാന്തി പ്രദാനം ചെയ്യുന്നതെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ്. ഇതിന്റെ വാക്കർത്ഥം ഇങ്ങനെയാണ്: ആപൂര്യമാണം സദാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതും അജലപ്രതിഷ്ഠം അടിയുറച്ചതുമായ സമുദ്രം സമുദ്രത്തെ ആപഃ ജലം യദ്വത് പ്രവിശന്തി യാതൊരു വിധത്തിൽ പ്രവേശിക്കുന്നുവോ തദ്വത് തദ്വത് അതുപോലെ സർവേ എല്ലാ കാമാഹ കാമങ്ങളും യം പ്രവിശ്യന്തി യാതൊരുവിനെ പ്രാപിക്കുന്നുവോ സഹ അവൻ ശാന്തിം ശാന്തിയെ ആപ്നോതി പ്രാപിക്കുന്നു കാമകാമി കാമപൂരണത്തിന് ആഗ്രഹിക്കുന്നവൻ. ന എന്നാൽ പ്രാപിക്കുന്നില്ല, ന എന്ന ഇല്ലെന്നാണ്. അതുകൊണ്ട് ഇവിടെ ന ശാന്തി ശാന്തിയെ പ്രാപിക്കുന്നില്ല, ശാന്തിം ആപ്നോതി അതും ശാന്തിയെ പ്രാപിക്കുന്നില്ല. ഹരേ കൃഷ്ണ.